അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഹാജിമാരെല്ലാവരും അറഫയിലെത്തി. ഇനി കുറഞ്ഞ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ട ഹാജിമാർ, ഹജ്ജുമ്മമാർ അറഫ സംഗമ ഭൂമിയിലാണുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രധാന കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. എത്ര സീരിയസ് ഉള്ള ഒരാളെയെങ്കിൽ പോലും ഒഴിവാക്കാതെ ഗവൺമെൻറ് അവർ ആംബുലൻസിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഈ സംഗമ ഭൂമിയിൽ. അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യരെ പടക്കുന്ന നേരത്ത് മലക്കുകളോട് ഒരഭിപ്രായം ചോദിച്ചു. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, എന്തിന് പടച്ചവനെ പരസ്പരം ചോര ഒലിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നീ പടക്കുന്നു? നിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്താൻ ഞങ്ങളില്ലേ? അതിന് മറുപടിയാണ് അറഫയിൽ അള്ളാഹു മലക്കുകളോട് പറയും, ഉഷ്ഹിദുക്കും മലായിക്കത്തി, ഓ മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു എന്ന്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇക്കൊല്ലം ഹജ്ജിന് വന്ന 16 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ ഈ സംഗമ ഭൂമിയിൽ വെച്ച് പടച്ചവനോട് കരഞ്ഞ് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നു. അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് അഭയം തേടുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇക്കൊല്ലം മദീനയിലെ ഇമാമായ ഹുദൈഫിയാണ് അറഫയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അറഫ സംഗമ ഭൂമിയിൽ നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹാജിമാരും അവർക്ക് ടെൻറ്റുകൾ, നല്ല ശീതീകരിച്ച ടെൻറ്റുകളാണുള്ളത്. നേരത്തെ ഉച്ച സമയത്ത് ആരും ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങാതെ അവരുടെ ടെൻറ്റുകളിൽ തന്നെ നിൽക്കുക. ഒരു അസറിന് ശേഷം ചെറിയ വെയിലൊക്കെ ഒരൽപ്പം തണുത്ത് വന്നപ്പോൾ പുറത്ത് നിന്ന് നിൽക്കൽ സുന്നത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണപ്പോൾ. ആ സമയത്ത് ആരും എന്തെങ്കിലും ഫോണിൽ കളിച്ചിട്ടോ മറ്റുള്ള ശുഗലുകളിലൊന്നും ആകാതെ അവൻ നിർബന്ധമായും അവർ അള്ളാഹുവിലേക്ക് ദുആയിലേക്ക് മുഴങ്ങേണ്ട ഒരു സമയമാണ്. അള്ളാഹു നമുക്ക് തന്ന വലിയ നിഅമത്താണ് ഈ അറഫ ഭൂമിയിലേക്ക് നമ്മെ അള്ളാഹു എത്തിച്ചു എന്നുള്ളത്, ഹജ്ജിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് മഗ്രിബ് ആയതിന് ശേഷം നിങ്ങളോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് നേരത്തെ വന്നതുപോലെ ട്രെയിനിൽ വന്നവർ മടങ്ങിപ്പോകുന്ന ട്രെയിനിലും, ബസ്സിൽ വന്നവർ അവരുടെ ടെൻറ്റിൻ്റെ മുന്നിലേക്ക് ബസ്സുകൾ വന്നെത്തും. ആ സമയത്ത് നിങ്ങൾ റെഡിയായി നിൽക്കുകയും മുസ്ദലിഫയിലേക്കുള്ള പ്രയാണത്തിലേക്ക്, ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ള കർമ്മം മഗ്രിബിന് ശേഷം നമ്മൾ മുസ്ദലിഫയിലേക്ക് നീങ്ങും. മുസ്ദലിഫയിലേക്ക് നീങ്ങുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരു പരിധി സ്ഥലത്തേക്ക് എത്തിയാൽ മുസ്ദലിഫയിൽ പ്രത്യേകമായ ടെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ സാധാരണ സ്ഥലങ്ങളിൽ, കിട്ടിയ സ്ഥലങ്ങളിൽ അവരവർ വിരിച്ച് അവിടെ കിടന്നുറങ്ങി ഇന്നത്തെ മബീത്ത് മുസ്ദലിഫ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. അവിടെ രാപ്പാർത്ത് സുബഹിയാകുന്നേരം ഇവിടെ നിന്ന് നമ്മൾ മിനയിലേക്ക് വീണ്ടും പുറപ്പെടും. അപ്പോൾ ഈ മുസ്ദലിഫയിൽ നിന്നാണ് കല്ല് പറക്കിയെടുക്കുക. സാധാരണ നമുക്ക് കല്ല് പാക്കറ്റുകളിൽ കിട്ടും. അല്ലെങ്കിൽ പറക്കിയെടുക്കുന്നവർ 70 കല്ല് നമുക്ക് വേണം. ആദ്യത്തെ ദിവസം ജംറത്തുൽ അഖബയിലേക്ക് എറിയാനുള്ള 7ഉം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ ജംറാത്തുകളിലേക്ക് 7 വീതം 3 ജംറാത്തുകളിലേക്ക് 21, അങ്ങനെ 3 21 കൂടിയാൽ അങ്ങനെ തുടങ്ങി 63, 63ഉം 7ഉം 70 കല്ലുകൾ വേണം. ഈ കല്ലുകൾ പറക്കിയെടുത്ത് നമ്മൾ സുബഹിക്ക് ശേഷം നല്ല ആവതും ആഫിയത്തും ആരോഗ്യവും ഉള്ള ആളുകൾ നേരെ പോയി ജംറാത്തിൽ പോയി പെരുന്നാളിൻ്റെ ദിവസം ജംറത്തുൽ അഖബയിൽ കല്ലെറിയും. കല്ലെറിഞ്ഞതിന് ശേഷം മുടിയെടുക്കും. ആവതുള്ളവരും കഴിയുന്നവരും പോകാൻ പറ്റുന്നവരും ഹറമിൽ പോയി ഇഫാദത്തിൻ്റെ തവാഫ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ തവാഫും അതിന് ശേഷം സഅയും. നേരത്തെ ഹജ്ജിന് ഇഹ്റാം കെട്ടി വന്നവർക്ക് ഖുദൂമിൻ്റെ തവാഫിൻ്റെ ശേഷം സഅയ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് സഅയ് വേണ്ട. സഅയ് ചെയ്യാത്തവരാണെങ്കിൽ ഇഫാദത്തിൻ്റെ തവാഫും സഅയും ചെയ്യും. എന്നാൽ ഗവൺമെൻറ്റിൽ വന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ, പ്രായമുള്ളവർ അവർ നേരെ സ്വാഭാവികമായി പ്രായോഗികമായി പോകാറുള്ളത് മുസ്ദലിഫയിൽ നിന്ന് രാവിലെ നീങ്ങി അവർ നേരത്തെ മിനയിൽ താമസിച്ച ആ ടെൻറ്റിലേക്കാണ്. ആ ടെൻറ്റിലേക്ക് എത്തി അവർക്ക് ആ സമയത്ത് പ്രയാസങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻറ്റിൽ തന്നെ അവർ വിശ്രമിക്കുക. ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ അസറിന് ശേഷം മഗ്രിബിന് ശേഷം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചൂട് കുറഞ്ഞ സമയത്ത് നിങ്ങളെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുപോകും. നിങ്ങൾ ഇഹ്റാമിലാണ്, ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമാണ്. അങ്ങനെ നിങ്ങൾ മഗ്രിബിന് ശേഷം പോയി കല്ലേറ് കർമ്മം കഴിഞ്ഞ് മുടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 1ാം തഹല്ലുലായി, ഹജ്ജിന് 2 തഹല്ലുലുകളുണ്ട്, 1ാം വിരാമം 2ാം വിരാമം എന്ന്. അങ്ങനെ 1ാമത്തെ തഹല്ലുലായതിന് ശേഷം സാധാ ഡ്രസ്സുകൾ ധരിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. എല്ലാത്തിനും അനുവദനീയമാണ്. പക്ഷേ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഹജ്ജിൻ്റെ തവാഫും സഅയും ബാക്കിയുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം ആ എല്ലാം കഴിഞ്ഞ് കല്ലേറും കഴിഞ്ഞ് മുടിയെടുത്ത് വീണ്ടും അവരുടെ ടെൻറ്റിലേക്ക് വന്നാൽ അന്ന് രാപ്പാർക്കൽ വാജിബാത്തിൽ പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അയ്യാമു തശ്രീഖിൻ്റെ വിവരങ്ങളെപ്പറ്റി നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.